തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് കടകംപള്ളിയുടെ വീട്ടിലേക്ക് BJP മാർച്ച്. കോട്ടയത്ത് വാസവന്റെ വീട്ടിലേക്ക് BJP മാർച്ച്. BJP രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നു തന്നെയാണ് തോന്നുന്നത്. കടുപ്പിക്കുകയാണെന്നാണ് തോന്നുന്നത്. അതവിടെ നിൽക്കട്ടെ. ED വന്നിട്ടുണ്ട്. EDയുടെ ലിസ്റ്റിൽ കടകംപള്ളിയുടെ പേരും ഉണ്ട് എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ കടകംപള്ളിയെ ED ചോദ്യം ചെയ്യും, അറസ്റ്റ് ചെയ്യുമോ? ഇതൊരു വലിയ ചോദ്യമാണ്. ED അറസ്റ്റ് ചെയ്താൽ കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു ട്വിസ്റ്റ് കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ പത്മകുമാറിൻ്റെയും അതുപോലെ തന്നെ N വാസുവിൻ്റെയും വിജയകുമാറിൻ്റെയും KP ശങ്കരദാസിൻ്റെയും അറസ്റ്റിൽ വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന CPM-ഉം CPI-യും ഇനിയും പ്രതിരോധത്തിലേക്ക് പോകുമോ? ED കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. പക്ഷേ അങ്ങനെ ചോദിക്കുമ്പോൾ ED എന്തായാലും ചോദ്യം ചെയ്യും, മൊഴിയെടുക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അത് EDയുടെ റഡാറിൽ, EDയുടെ ലിസ്റ്റിൽ കടകംപള്ളിയുടെ പേരുണ്ട്. പക്ഷേ അത് ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോകുമോ, അതൊരു അറസ്റ്റിലേക്ക് പോകുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ അറസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടാണ് പ്രശ്നങ്ങൾ വരാൻ പോകുന്നത്. കടകംപള്ളി അവിടെ മത്സരിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നു, അതില്ലാതാകും. രണ്ടാമത് വളരെ വലിയ തോതിലായിരിക്കും അദ്ദേഹത്തിന് സംസ്ഥാന അടിസ്ഥാനത്തിൽ CPM-ന്, അദ്ദേഹത്തിനല്ല CPM-നും LDF-നും പ്രതിരോധം വരുന്നത്. രണ്ട് കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ED കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ വഴികളും തേടുന്നു എന്ന് പറഞ്ഞാൽ അത് കിട്ടിയിട്ടുണ്ട് അവരുടെ കയ്യിൽ വിവരങ്ങൾ. ഇനി ഒന്ന് ത്രെഡ് കണക്ട് ചെയ്യുക എന്നുള്ളൊരു, സൂചിയിൽ നൂല് കൊരുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ കൊരുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കടകംപള്ളിയെ ആ ചൂണ്ടയിൽ വീഴാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. 5 പ്രമുഖരെയാണ് ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിൽ ഇന്നലെ SIT കൊടുത്ത റിപ്പോർട്ടിൽ 5 പ്രമുഖരെ പിടിക്കണമെന്ന് പറയുന്നുണ്ട്. ആ 5-ൽ ഒന്നാമൻ കടകംപള്ളിയാണോ, രണ്ടാമൻ PS പ്രശാന്താണോ, ബാക്കി 3 പേർ ആരാണ്? വാസവനുണ്ടോ, സോണിയാഗാന്ധി ഉണ്ടോ? അല്ലെങ്കിൽ അവർ പ്രമുഖരാണെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ഇനി ഇതിനേക്കാൾ വലിയ പ്രമുഖരാരാണ്? അവിടെ പത്മകുമാറിനേക്കാളും തന്ത്രിയെക്കാളും ഒക്കെ വലിയ പ്രമുഖൻ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ പ്രമുഖരായിരിക്കും. അടൂർ പ്രകാശാണോ, അതോ പിന്നെ ആന്റോ ആന്റണിയാണോ, അതോ ഇതിലെല്ലാത്തിനുപരിയായി മറ്റാരെങ്കിലും വ്യാവസായിക രംഗത്തോ സെലിബ്രിറ്റി രംഗത്തോ സിനിമാ മേഖലയിലെയോ സാംസ്കാരിക മേഖലയിലെയോ മറ്റാരെങ്കിലുമാണോ? 5 പേർ റഡാറിലാണെന്നാണ് ഹൈക്കോടതി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 5 പേരെയും കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയൊക്കെ കൂടെ നോക്കുമ്പോൾ ഒരു നീണ്ട ക്യൂ ആണ്. ഇപ്പോൾ തന്നെ 13 പേർ ജയിലിലാണ്. അപ്പോൾ ഇനിയും അതൊരു 7 പേര് കൂടിയായാൽ 20 പേരായിരിക്കും ഈ സ്മഗ്ലിംഗ് പരിപാടിയിൽ ജയിലിലാകാൻ പോകുന്നത്. വളരെ വലിയ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 21 ഇടങ്ങളിലാണ് ED പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടി വന്നാൽ സ്വാഭാവികമായിട്ടും ശബരിമല കേസ് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് നീങ്ങും. അങ്ങനെ നീങ്ങുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ അകത്താകുമോ അല്ലെങ്കിൽ അറസ്റ്റിലാകുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളത്തിൻ്റെ കൗതുകം. അങ്ങനെയാണെങ്കിൽ കടകംപള്ളിക്ക് മത്സരിക്കാനും പറ്റില്ല, MLA സ്ഥാനം പോകും, മത്സരിക്കാൻ പറ്റില്ല. അത് കഴക്കൂട്ടത്ത് വലിയൊരു പൊളിറ്റിക്കൽ ബോംബായി മാറുകയും ചെയ്യും.